താങ്കളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു കടുത്തുരുത്തി KV എന്നുള്ളത്. അപ്പോൾ ആ KVക്ക് വേണ്ടി ഇവിടെ പരിശ്രമം നടത്തി ആ KV ഇവിടെ അനുവദിച്ചു. പക്ഷേ അതിന് ഇതുവരെ ഒരു കെട്ടിടം പുതുതായിട്ട് പണിയാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ പരാജയമാണോ അതോ നമ്മളെ കൊണ്ട് ആരെങ്കിലും നടത്തിക്കാതിരിക്കുന്നതാണോ? അല്ല, മനഃപൂർവ്വം നടത്തിക്കാതിരിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. സർക്കാരിൻ്റെ ഭരണരംഗത്തെ പരാജയത്തിൻ്റെ വ്യക്തമായ തെളിവാണ് KVക്ക് കെട്ടിടം പണിയാൻ പറ്റാത്തത്. അതിൻ്റെ കാരണം ഈ KV ഇവിടെ അനുവദിക്കുന്നത് MLA എന്ന നിലയിൽ ഞാൻ നടത്തിയൊരു പരിശ്രമത്തിൻ്റെ ഫലമാണ്. ഞാൻ വിവിധ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന കൂടെ കേന്ദ്രീയ വിദ്യാലയവും കടുത്തുരുത്തിയിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. കാരണം അതിന് നന്മകൾ അത്രയേറെയാണ്. ഇത് സർക്കാരിൻ്റെ പരാജയമാണ് ഞാൻ പറയാൻ കാരണം. ഇങ്ങനെ കേരളത്തിന് കിട്ടിയ ഈ KV നിലനിർത്താൻ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമില്ലേ? KVയുടെ കെട്ടിടം പണിയാൻ വേണ്ടി 10 വർഷം മുമ്പ് അനുവദിച്ചതാണ്. എന്നിട്ട് ഞാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് അപേക്ഷ കൊടുത്തു. ഈ നമ്മുടെ തണ്ണീർത്തട നിയമത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്നതാണ്. അത് പുതിയതായിട്ട് 2013 വന്ന നിയമമാണ്. അതിനു മുമ്പ് ഈ പ്രശ്നമില്ലായിരുന്നു. അപ്പോഴാണ് ഇതേ സ്ഥലത്ത് നമ്മൾ പോളിടെക്നിക്കിൻ്റെ കെട്ടിടം പണിത് വെച്ചിരിക്കുകയാണ്. അതിന് തൊട്ടിപ്പുറത്താണ് KV പണിയണ്ടേ. അപ്പോൾ അതിന് അനുവാദം ചോദിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തന്നില്ല. ഞാൻ നിയമസഭയിൽ കൃഷിമന്ത്രിയായിട്ടും റവന്യൂ മന്ത്രിയായിട്ടും വലിയ ഉടക്കുണ്ടായി. അപ്പം നമ്മുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, പബ്ലിക് പർപ്പസിന് ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് നമുക്ക് എക്സംഷൻ കൊടുത്തുകൊണ്ട് കരഭൂമിയായി അത് രൂപാന്തരപ്പെടുത്താൻ ഉള്ള അനുവാദം നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ അനുവാദം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിനെ സമീപിച്ചത്. 10 വർഷമായിട്ട് ഗവൺമെൻറ് തന്നിട്ടില്ല. തരാതിരിക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യമാണോ, ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തി തരിപ്പിക്കാതിരിക്കുന്നതാണോ? ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത് വളരെ പ്രസക്തമാണ്. പക്ഷേ ഞാൻ അങ്ങനെ കരുതുന്നില്ല. പക്ഷേ സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ഒരു കാഴ്ചപ്പാടും ഇല്ലെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. 30 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് 5 പൈസ മുടക്കില്ല. കേരളത്തിലാണ് KV പ്രവർത്തിക്കുന്നത്. 30 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാലയത്തിൻ്റെ ഹയർ അതോറിറ്റീസ് തന്നിരിക്കുകയാണ്. അത് പ്രയോജനപ്പെടുത്തി കെട്ടിടം പണിയാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് വേണം ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, ഇനി ഈ സ്ഥലം അല്ലെങ്കിൽ HNL KPPLൻ്റെ പുതിയ പ്രോപ്പർട്ടി, അവിടെ 5 ഏക്കർ സ്ഥലം തരാൻ സർക്കാരിന് വല്ല നഷ്ടമുണ്ടോ? അവിടെ 700 ഏക്കർ ഭൂമിയാണ്. അതിൽ നിന്നൊരു 5 ഏക്കർ ഭൂമി തരികയാണെങ്കിൽ അവിടെ കെട്ടിടം പണിയാനുള്ള സാഹചര്യം ഉണ്ടാക്കാം. ഇതുവരെ ഈ ഗവൺമെൻറ് തന്നിട്ടില്ല. അപ്പോൾ ഈ 10 വർഷമായിട്ട് ഇത് വലിച്ചഴച്ച് കൊണ്ടുപോകുന്നത് ഈ KV ഇല്ലാതാക്കാനാണോ എന്ന് ഇപ്പോൾ ജനങ്ങൾ ബലമായി സംശയിക്കുകയാണ്. എങ്കിലും ഞാൻ എൻ്റെ പ്രതീക്ഷ, ഞാനിപ്പോൾ വീണ്ടും കേന്ദ്ര വിദ്യാലയത്തിൻ്റെ അതോറിറ്റീസിനെ അറിയിച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് വരെ ആണ് ഈ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞാൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഗവൺമെൻറ്റിനെ കൊണ്ട് ഇത് ക്ലിയർ ചെയ്ത് കെട്ടിടം പണിയാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എക്സ്റ്റൻഷൻ കൂടെ തന്നെ എന്ന നിലയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഏതാനും ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഈ KVക്ക് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത്.